നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു കുടൂർ. കൺസ്ട്രക്ഷൻ എക്യുപ്മെൻസിൻ്റെ മേഖല എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ളൊരു മാറ്റങ്ങളോടുകൂടി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു മേഖലയാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ഗംഭീരമാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ അറ്റാച്ച്മെൻറ്റിൻ്റെ കൂടെയാണ്. മാഗ്ന എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും. അത്രയധികം പ്രത്യേകതകളാണ് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അറ്റാച്ച്മെൻറ്റിനകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വീഡിയോയിലേക്ക് കിടക്കാം. കൺസ്ട്രക്ഷൻ മേഖല നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ ഒരുമാതിരി നടുക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഭയങ്കര വലിയൊരു കൺസ്ട്രക്ഷൻ പണിയാൻ പോകണം. ഇവിടെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളി അവർ നേരിടുന്നത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് പാറ പൊട്ടിക്കണമെങ്കിൽ യാതൊരു വിധത്തിലുള്ള എക്സ്പ്ലോസീവ്സോ കാര്യങ്ങളോ വെച്ച് പാറ ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത്രയധികം ഫ്ലാറ്റുകൾ ഈ സൈഡിലുണ്ട്. ബ്ലാസ്റ്റിംഗ് ഭയങ്കര പാടാണ്. ബ്ലാസ്റ്റിംഗ് നിരോധ മേഖലയാണ്. അപ്പം ഈ ഒരു ഏരിയ എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കി എടുക്കണമെങ്കിൽ അവർക്ക് വേറൊരു മാർഗ്ഗമില്ല. അത്രയും പാറയാണ് ഇവിടെ കിടക്കുന്നത്. ആ ഒരു സമയത്താണ് നമ്മളുടെ ഈ ഒരു മാഗ്ന എന്നുള്ളൊരു മെഷീൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു മികവ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യം ഇതിനെക്കുറിച്ച് കേട്ട സമയത്ത് തന്നെ ഞാനിത് എങ്ങനായിരിക്കും ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്നുള്ള കുറേ ആലോചിച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് മനസ്സിലായത്, കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ആകട്ടെ, വലിയ ടണൽസിൻ്റെ ആകട്ടെ, വലിയ വലിയ ഫ്ലാറ്റിൻ്റെ നിർമ്മാണം, അങ്ങനെ ഏത് മേഖലയ്ക്കും വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് റോക്ക് ഡ്രില്ലിംഗ് ആൻഡ് സ്പ്ലിറ്റിംഗ് മെഷീനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി നമ്മുടെ ശ്രീരാഗ് ബ്രോ ഉണ്ട്. ഈ ഒരു മെഷീൻ്റെ ഈ ഒരു അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ, കാര്യം നമുക്ക് വളരെ വലിയൊരു ആളുകൾക്കും ഇത് എന്താണ്, ഇങ്ങനെ ഇതിൻ്റെ ഇത്ര ഒരു ഉപകാരത്തിനെ കുറിച്ച് അറിയത്തില്ല. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. നമുക്കപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം ഇതിനെക്കുറിച്ച്? ഇതാണ് IRDSM. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ മോഡലാണ്. MK140 എന്നാണ് ഈ മോഡലിന്റെ പേര്. 5ഓളം മോഡൽസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. IRDSM എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇന്റഗ്രേറ്റഡ് റോക്ക് ഡ്രില്ലിംഗ് ആൻഡ് സ്പ്ലിറ്റിംഗ് മെഷീൻ, അതാണ് IRDSM എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. അതിന് എന്തുകൊണ്ടാണ് IRDSM എന്ന് വന്നിരിക്കുന്നത്, ഒരേ അറ്റാച്ച്മെന്റിൽ നമുക്ക് ഡ്രില്ലിംഗ് ആൻഡ് സ്പ്ലിറ്റിംഗ് സിംഗിൾ യൂണിറ്റ്, അതാണ് IRDSM എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഒരു കംപ്ലീറ്റ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻസും നടക്കും, അതുപോലെ തന്നെ സ്പ്ലിറ്റിംഗ് ഓപ്ഷനും അവൈലബിൾ ഉണ്ട്. ഓക്കെ. ഇപ്പം നോർമലി നമ്മൾ പറയുവാണെങ്കിൽ എങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കും ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുന്നത്? ഇതിന്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് വരുന്നത്, ഞങ്ങൾ ഒരിക്കലും ഒരു ബ്ലാസ്റ്റ് ഇതിനെ ഞങ്ങൾ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഈ മെഷീൻ കൊണ്ട്. ഓക്കെ. എവിടെയാണോ നമ്മുടെ ബ്ലാസ്റ്റ് റെസ്ട്രിക്റ്റഡ് ആയ ഏരിയ ഉള്ളത് അവിടെയാണ് നിങ്ങളെ മെഷീന്റെ പർപ്പസ്. അതായത് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയ ഏരിയയിൽ ഒരിക്കൽ ഇത്ര മീറ്റർ ദൂരത്തിൽ അപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു സമയത്ത് ഇത് വളരെ സിമ്പിൾ ആയ ടെക്നോളജിയാണ്. ഇതൊരു അറ്റാച്ച്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മെഷീൻ ഓപ്പറേറ്റർക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. എങ്ങനെയൊക്കെ മേഖലകളിലാണ് ഇതിൻ്റെ ഒരു സാധ്യത, അല്ലെ ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക നമ്മൾ പറയുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? ലാൻഡ് ഡെവലപ്മെന്റ്, കൺസ്ട്രക്ഷൻ സൈറ്റ്, റോഡ് പ്രൊജക്ട്സ്, മൈനിങ്, റോക്ക് ബ്രേക്കിംഗ് സാഹചര്യമുള്ളിടത്തിൽ എല്ലായിടത്തിലും നമുക്ക് ഇത് വളരെ ഉപകാരമാണ്. ഇതൊരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതായത് ഒരു സിംഗിൾ യൂണിറ്റ് തന്നെ നിങ്ങൾക്ക് റോക്ക് ഡ്രില്ലിംഗും സ്പ്ലിറ്റിംഗും പോസിബിൾ ആണ്. ഓക്കെ, മനസ്സിലായി. അതെ, ഇതൊരു അറ്റാച്ച്മെന്റ് ആയിട്ടാണ് വരുന്നത്. സിംഗിൾ അറ്റാച്ച്മെന്റ് സെയിം ആസ് എ റോക്ക് ബ്രേക്കർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇതൊരു അറ്റാച്ച്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചോദിക്കുന്നത് വേറൊരു കേസ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു എക്സ്കവേറ്ററിലേക്ക് നമ്മൾ ഇതിപ്പം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന സ്ഥിരമായിട്ട് ഇതിൽ അത് വെച്ചേക്കോ എന്നുള്ളത് തന്നെയാണ്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്? അതെ, ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങളത് റെക്കമെൻഡ് ചെയ്യൂല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ്ലി പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഹാൻഡ്ലിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ ഞങ്ങളിത് എഞ്ചിനീയേഴ്സ് ആണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്, മൗണ്ട് ചെയ്യുന്നതും ഫിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അതൊരു ഓപ്പറേറ്ററിനെ കൊണ്ട് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. ആ സാഹചര്യത്തിൽ ഇതിന് ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻഡ്ലിംഗ് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അത് ഞങ്ങൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നതല്ല. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് ബാക്കി പാർട്സുകളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പിന്നുള്ളത്? 3 യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഒന്ന് ഇതിന്റെ അറ്റാച്ച്മെന്റ് ആയിട്ട് വരുന്നത് ഡ്രില്ലിംഗ് ആൻഡ് സ്പ്ലിറ്റിംഗ്. അതുപോലെ തന്നെ ഇത് എയർ കംപ്രസർ ആൻഡ് കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. എയർ കംപ്രസർ ടാങ്ക് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് അറ്റാച്ച് ആയിട്ട് വരുന്നുണ്ട്. അത് എയർ കംപ്രസർ ടാങ്കിന്റെ ഉള്ളിൽ തന്നെയാണ് വാട്ടർ സിസ്റ്റവും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു ലൂബ്രിക്കേഷൻ പർപ്പസിന് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. കുറച്ചുകൂടെ വർക്ക് ഈസി ആയിട്ട് നടക്കുന്ന രീതിയിൽ. നിലവിൽ ഓൾ ഇന്ത്യയിൽ നമ്മൾ ഫുൾ ചെയ്യുന്നുണ്ടല്ലേ? എവിടെയൊക്കെയായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്? ഇപ്പം ഞങ്ങൾ ഓൾ ഇന്ത്യ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. സർവീസും മെയിൻ്റെനൻസും എല്ലാ പാർട്സും റെഡി അവൈലബിൾ
ആണ്. നിങ്ങളെ ബാംഗ്ലൂർ ഓഫീസ് ഉണ്ട്, അതുപോലെ തന്നെ കാലിക്കറ്റ് ഒരു ഓഫീസ്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഒരു കസ്റ്റമർ അതൊക്കെ കാണാൻ വരുവാണെങ്കിൽ നിങ്ങളുടെ സൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? മുന്നേ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ഒരു വിസിറ്റ് തന്നെ പ്ലാൻ ചെയ്തിട്ട് അവർക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഇപ്പം ഇതിന്റെ ടെക്നിക്കൽ സ്പെക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആരാന്ന് പറഞ്ഞു തരാനുള്ളത്? ടെക്നിക്കലായിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷിൻഡോ എന്ന് പറയുന്ന ആളുണ്ട്. പുള്ളിയാണ് ഈ സർവീസും സെക്ടർ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് ക്ലാരിറ്റി. ഓക്കെ ഓക്കെ, ശരി. ഷിൻഡോ ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ബാക്കി കാര്യങ്ങളൊന്ന് ചോദിക്കാം. അപ്പോൾ ഏതായാലും നമ്മുടെ ഷിൻഡോ ബ്രോ കൂടെ ഉണ്ട്. ഷിൻഡോ ബ്രോ നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ഫസ്റ്റ് നമ്മുടെ എവിടെ നിന്നാണ് ഈ ഓപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാമോ? നിലവിൽ നമ്മുടെ മെഷീനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഹൈഡ്രോളിക് പ്ലസ് ന്യൂമാറ്റിക് പവർ വെച്ചിട്ടാണ്. ഈ കംപ്ലീറ്റ് ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് മനസ്സിലായി. ന്യൂമാറ്റിക്, ബാക്കി കംപ്ലീറ്റ് ഹൈഡ്രോളിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ മെഷീൻ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വൺസ് ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇതിനെ എനർജൈസ് ചെയ്യാനായിട്ട് ഒരു സോളിനോഡ് വരുന്നുണ്ട്. സോളിനോഡ് പവറൈസ് ചെയ്യാനായിട്ട് 2 സ്വിച്ച് വരുന്നത്. ഒന്ന് ഹൈഡ്രോളിക് ഫ്ലോ കൊടുക്കാനും കംപ്രസറിന്റെ ഫാന് കാര്യം കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഓൺ ആക്കാനായിട്ട്. ഓക്കെ, അതിനുശേഷം വൺസ് ഇതൊന്ന് പോയിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ തന്നെ റാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഈ കാണുന്നത് ഹൈഡ്രോളിക്കിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻ സ്റ്റഡി ആവും. ഓക്കെ, ഇതെന്താണ് വരുന്നത്? ഈ ഇത് ഡ്രില്ലിങ് വരുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു പോയിന്റ് നിർത്തിയിട്ട് ഒരു കോമ്പസ് കറങ്ങുന്ന ഇത് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ ഡ്രിൽ ചെയ്യാൻ തുടങ്ങും. ഈ ഫംഗ്ഷനിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് റിമോട്ടിലാണ് വരുന്നത്. പൊക്കാനും താക്കാനും മാത്രമേ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീന്റെ ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, എന്നതിന് ശേഷം പിന്നെ ഇത് വെച്ച് നമ്മൾ ഹോൾ ചെയ്തു ഒരു വലിയൊരു പാറ. പിന്നെ നെക്സ്റ്റ് എന്തായിരിക്കും അടുത്ത പരിപാടി എന്ന് പറയുന്നത്? അതേ പോയിന്റ് തന്നെ ഇത് റിമൂവ് ചെയ്യുന്നതിന് ശേഷം വൺസ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റാൻഡ് ബൈ നേരെ പൊസിഷനിലേക്ക് വന്നതിന് ശേഷം തന്നെ നമുക്കിത് ഈ കംപ്ലീറ്റ് യൂണിറ്റിനെ തിരിയാൻ തുടങ്ങും. ഓക്കെ, അപ്പം താഴത്തെ പോയിന്റ് മാത്രം കറക്റ്റ് നിന്നിട്ട് ഇത് നേരെ വട്ടം കറങ്ങും. ഓ, മനസ്സിലായി. ഇത് നേരെ വന്നിട്ട് കറക്റ്റ് ആ ഹോളിലേക്ക് കറക്റ്റ് ഇറക്കിയതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ഓൾമോസ്റ്റ് ഈ ഒരു ഇതുവരെ പോകും. അപ്പൊ ഇതിന്റെ കറക്റ്റ് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മെഷീൻ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അതായത് 120 വരുന്നുണ്ട്, ഇതിപ്പോ 140 മോഡലാണ്. അപ്പോൾ അതിന്റെ ഡെപ്തിന് വ്യത്യാസമുണ്ട്. മനസ്സിലായി. എന്നതിന് ശേഷം പിന്നെ ഇത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ആക്കുന്നത്? ഇത് വൺസ് ഹോളിലേക്ക് ഫുൾ ആയിട്ട് ഡെപ്തിൽ പോയതിനു ശേഷം ഇതിന് ഈ സെന്ററിൽ വരുന്ന ഒരു പോർഷൻ വരുന്നുണ്ട്, അതിന്റെ സ്പ്ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് അതും നമ്മൾ റിമോട്ടിൽ തന്നെ ഇത് താഴേക്ക് വരുവാണോ ഇങ്ങനെ അകലുവാണോ എന്താ ചെയ്യുന്നത്? ഉള്ളിൽ ആ ഒരു പോർഷൻ ഇതൊരു ടാപ്പർ ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്പൊ ജസ്റ്റ് അത് താഴേക്ക് പോകും തോറും ഈ 2 യൂണിറ്റും 2 സൈഡിലേക്ക് നീക്കി അപ്പൊ നമുക്ക് സ്പ്ലിറ്റർ ഏത് സൈഡിലേക്കാണോ ക്രാക്ക് വേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പൊസിഷൻ ചെയ്യണം. ഓ, മനസ്സിലായി. ഇപ്പൊ ഇരിക്കുന്ന പൊസിഷനിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാക്ക് ഇങ്ങനെയാ വരും. മനസ്സിലായി. ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഇഷ്ടം അനുസരിച്ച് മനസ്സിലായി. പിന്നീട് നമ്മൾ നോർമലി വരുന്ന പോലെ ബ്രേക്കർ ഇട്ട് പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ JCBക്ക് ഹിറ്റാച്ചിക്കോ അതേപോലെ തന്നെ ചെയ്യുന്നു. ഇനി ഇതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രത്യേകതകൾ നമുക്ക് പറയുവാണെങ്കിൽ വന്നേക്കുന്നത്? ഇതും 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ ഒരു ഇത് മാത്രം മനസ്സിലായി. കംപ്ലീറ്റ് യൂണിറ്റും 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ. ഈ സ്പ്ലിറ്ററും ഹൈഡ്രോളിക് അല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, കംപ്ലീറ്റ് ഹൈഡ്രോളിക്. നമുക്ക് ന്യൂമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് കറങ്ങി കുഴിക്കാൻ വേണ്ടി മാത്രം എയർ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് ഇപ്പൊ എന്ത് ഇത് കുറെ ഗേജുകളും കാര്യങ്ങളൊക്കെ ഇത് വന്നിട്ടുണ്ട്. അതിനകത്ത് കംപ്ലീറ്റ് ഇതിൽ വരുന്ന ഈ ഹൈഡ്രോളിക്കിന്റെ ലൈന് സിസ്റ്റത്തിന്റെ അറ്റാച്ച്മെന്റ് സ്പൂളിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന ലൈനാണ് ഇവിടെ വരുന്നത്. അതായത് ഇപ്പൊ ഇതിനകത്ത് കാണാൻ നമുക്ക് ആ 2 ലൈൻ ഉണ്ടല്ലോ, ഇൻ ആൻഡ് ഔട്ട്. അത് നോർമൽ നമ്മുടെ ബ്രേക്കറിനൊക്കെ ഉപയോഗിക്കുന്ന അറ്റാച്ച്മെന്റ് ഉപയോഗിക്കുന്ന അതേ ലൈൻ സിസ്റ്റം. അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി എത്ര എണ്ണം നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും? എത്ര ലൈൻ നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും? നമുക്ക് കൊടുക്കേണ്ടത് ഈ എയർ ലൈൻ മാത്രമാണ് ഇവിടെ ഇങ്ങോട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ യൂണിറ്റിൽ വരുന്ന ചെറിയ 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 വ്യത്യാസങ്ങൾ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈവേർഷൻ. പിന്നെ ഇപ്പൊ ഇതിനകത്ത് എവിടെയാണ് നമ്മളുടെ റിസീവർ വരുന്നത്? നമ്മൾ റിമോട്ടിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇത് വരുന്നൊക്കെ റിസീവർ ഈ ഒരു ബോക്സ് വരുന്നില്ല. ഇതിനകത്ത് റിസീവർ മാത്രമല്ല, അതായത് കംപ്ലീറ്റ് ഫ്ലോ അകത്തേക്ക് വരുന്നതിന് ശേഷം അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈവേർട്ട് ചെയ്യുന്നത് ഇതിനകത്ത് നിന്നാണ്. ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ യൂണിറ്റ് ആണ് റിസീവർ. അതിന്റെ ഒരു വർക്കിംഗ് എല്ലാം നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയാം? ഇതിന്റെ ഒരു 2 സപ്പോർട്ടിംഗ് അറ്റാച്ച്മെന്റ് ആണ് ഇത് നമ്മുടെ എയർ കംപ്രസർ ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ കൂളർ ഫാന് കാര്യങ്ങള് ഇതിനകത്ത് ഇപ്പൊ എന്താണ് വന്നിരിക്കുന്നത്? ഹൈഡ്രോളിക്കലി ഫംഗ്ഷൻ ചെയ്യുന്ന നമ്മുടെ പ്രൈമോർ എന്ന് പറയുന്ന ഹൈഡ്രോളിക് ഓയിൽ. മനസ്സിലായി. പിന്നെ ഇത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം. അങ്ങനെ ഇതിനകത്തുനിന്ന് നമ്മുടെ ഹൈഡ്രോളിക്കിന്റെ പരിപാടികളെല്ലാം ഇവിടെ നിന്ന് നടക്കുന്നു. ബാക്കിൽ ഇരിക്കുന്ന ടാങ്ക് എന്തിന്റെ ടാങ്ക് ആണ് വരുന്നത്? അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എയറിനെ സ്റ്റോർ ചെയ്യാനായിട്ട് എയർ കംപ്രസറിന്റെ ഒക്കെ ടാങ്കുകൾ. മനസ്സിലായി.
സെയിം തന്നെ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. കാരണം ഡസ്റ്റ് ഭയങ്കരമായിട്ടാണല്ലോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് നല്ല ഡസ്റ്റ് ആയിരിക്കും. നമ്മൾ കുഴൽക്കിണറൊക്കെ കുഴിക്കുമ്പോൾ കണ്ടിട്ടില്ല. അതെ കുഴൽക്കിണർ കുഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വെള്ളം വരുന്നിടം വരെ ഡസ്റ്റിന്റെ ഭയങ്കര ഡസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഡസ്റ്റിന് ഒരു പരിധി വരെ മേളിലേക്ക് വിടാതിരിക്കാൻ വേണ്ടി ഒരു ഡസ്റ്റ് ഹുഡ് എന്ന് പറഞ്ഞിട്ട് ഡസ്റ്റ് ഹുഡും ഉണ്ട്. ഓക്കെ, മനസ്സിലായി. എത്ര സൈസുള്ള എക്സ്കവേറ്റർ മുതൽ നമുക്കിത് അറ്റാച്ച് ചെയ്ത് തുടങ്ങാൻ പറ്റും? 20 ടൺ മുതൽ മേളിലേക്കുള്ള, അതായത് 120 എന്ന മോഡൽ നമുക്ക് 20 ടൺ 240 ആ ഒരു 20 ടൺ സെഗ്മെന്റിൽ നമുക്ക് അറ്റാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പം ചെറിയ മെഷീൻസിനെ എന്തുകൊണ്ട് അത് അറ്റാച്ച് ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഫ്ലോ റേറ്റിന്റെ വ്യത്യാസമുണ്ട്. ചെറിയ മെഷീൻ ആകുമ്പോൾ ചെറിയ ഹൈഡ്രോളിക് പമ്പ് ആയിരിക്കും, ഫ്ലോ റേറ്റ് കുറവായിരിക്കും. അതേപോലെ തന്നെ വെയിറ്റ് കാര്യങ്ങൾ, അതായത് ഈ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊങ്ങി പോവുക എന്നുള്ള നമ്മുടെ ഒരു 120 എന്ന് പറയുന്ന മോഡൽ തന്നെ ഒരു 33 ടണ്ണിന്റെ മേളിൽ വരുന്നുണ്ട്. പ്ലസ് ഒരു 20 ടണ്ണിൽ വരുന്ന ഒരു ബ്രേക്കറും ആ ഒരു സെഗ്മെന്റ് അതിനേക്കാളും കുറച്ചുകൂടെ മനസ്സിലായി. ഇനി എന്തെങ്കിലും നമുക്ക് പ്രധാനമായിട്ട് എടുത്ത് പറയാനുണ്ട്? ഇപ്പോൾ ഇതുപോലത്തെ ഒരു അറ്റാച്ച്മെന്റ് വാങ്ങിക്കാനിരിക്കുന്ന ഒരാൾ അറിയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ക്വാറി ഉടമ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഒരാൾ ഈ അറ്റാച്ച്മെന്റ് എടുക്കാനാണ് അവരുടെ ഒരു ആഗ്രഹമെങ്കിൽ അവരോട് പറയേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇപ്പം നിലവിൽ കോറിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റിംഗ് പ്ലസ് ബ്രേക്കിംഗ് ആ ഒരു പ്രോസസ്സിൽ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നല്ല ബ്ലാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് ബാനാണ്. നമ്മുടെ ഇവിടെ തന്നെ നാട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിലും കോറികളുടെ പേപ്പേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് വരുന്നത്. നമ്മൾ തന്നെ അവിടെ എക്സ്പോർട്ടിന്റെ ടൈമിൽ നടന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഒരുപാട് വന്നിട്ട് അവരുടെ ഒരു കൺസേൺ തന്നെ ഇതാണ്, എന്താ ആവോ ഇല്ലയോ എന്നുള്ളൊരു മേഖല തന്നെ ഭയങ്കര. അങ്ങനെ നമ്മൾ ഇനിയും ഇത് ബ്രേക്കിംഗ് ആപ്ലിക്കേഷൻ കാണാൻ പോവാണ്. 2 ദിവസം കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന പാറകളെല്ലാം. അപ്പം നമ്മൾ ഇന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ലൈവായിട്ട് ഇത് കാണാൻ പോവാണ്. ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഷിൻഡോ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ആൾ നമ്മൾ കൃത്യമായിട്ട് ഇത് കാണിച്ചു തരാം എങ്ങനെയാണ് വർക്കിംഗ് കാര്യങ്ങളെല്ലാം. ഇത്തരം വലിയൊരു പാറ നമ്മളിപ്പം അത് ഇവിടുന്ന് ഡ്രില്ല് ചെയ്ത് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നോക്കിയാലും കാണാം. അങ്ങനെ നമ്മൾ ഡ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അല്ലേ? നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത്? പോയിന്റ് ചെയ്യാൻ നേരം നമ്മൾ പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ ശ്രദ്ധിക്കുന്നത്? മെഷീൻ സ്റ്റെബിലിറ്റി, ട്രാക്ക് സ്റ്റേബിൾ ആയിരിക്കണം. കൊണ്ട് പോയിന്റ് ചെയ്യുന്ന ഭാഗം കറക്റ്റ് ആയിട്ട് നമ്മുടെ മറ്റേ ഈ പറഞ്ഞ പോലെ റാക്ക് എന്ന് പറയില്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ലോഡ് ചെയ്ത് അത് സ്റ്റേബിൾ ആക്കുന്ന ഈ 360 അടുത്ത് കറങ്ങി വരുമ്പം നമുക്ക് വേറെ തട്ടാതെ മുട്ടാതെ കറക്റ്റായിട്ട് തിരിഞ്ഞു വരാൻ വേണ്ടിയുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. ഫസ്റ്റ് ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രില്ല് ആവുന്ന അതേ ഹോളിൽ തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റർ ഇറങ്ങണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ. മനസ്സിലായി. ഡ്രില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക ഓണാക്കി കേട്ടോ. അങ്ങനെയെങ്കിലും പവർ ഓണ്, സപ്ലൈ ഓണ്, പോയിന്റ് ചെയ്യുന്നു, റാക്കിനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. തട്ടാതെ മുട്ടാതെ പറഞ്ഞ പോലെ ടെറൈൻ അനുസരിച്ചിട്ട് നമുക്ക് പറഞ്ഞ പോലെ ചിലപ്പോൾ ചെറിയ ചെറിയ ചെരുവിലാണല്ലോ നമ്മളിപ്പോൾ വെച്ചേക്കുന്നത്. അതെ. അതിനുശേഷം നമുക്ക് പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ട് മെഷീൻ ടോട്ടലായിട്ട് റൊട്ടേറ്റ് ചെയ്ത് പൊസിഷൻ കൊടുക്കുന്നു. നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്രസർ ഓൺ, എയറിന്റെ കംപ്രസർ ഓൺ, പിന്നെ റൊട്ടേഷൻ സ്പിൻ എന്ന് പറയും. ഓക്കെ ഓണാക്കുന്നു, രണ്ടും ഓണാക്കുന്നു, ഓട്ടോ ഡ്രില്ലിങ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അത് പറഞ്ഞാൽ നമ്മുടെ കംപ്രസറിൽ നിന്നുള്ള എയറും വെള്ളവും സ്പിന്നും കൂടെ ആവുന്നതിന് ഓട്ടോ ഡ്രില്ലിങ് കൂടെ കൊടുക്കുന്ന സമയത്ത് വർക്ക് ചെയ്തു. നിലവിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തതുകൊണ്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രില്ലിങ്. എനിക്കൊന്നും ഒരു 5 മിനിറ്റ് പോലും എടുക്കത്തില്ല, അത്രയും പെട്ടെന്ന്. 4 മിനിറ്റാണ് പറയുന്നത്. 4 മിനിറ്റാണ് പറയുന്നത് അല്ലേ? ഓക്കെ. പെട്ടെന്ന് തന്നെ നമുക്കത് കിഴിക്കുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് അത് കിഴിച്ച് തീരാറായിട്ടുണ്ട്. ഇനിയും ഇതിനെ നമുക്ക് മുകളിലേക്ക് ഉയർത്തണം. അതെ. അതിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പിൻ ഓഫ്, കംപ്രസർ ഓഫ്, ഓട്ടോ ഡ്രില്ലിംഗ് മൂന്നും ഓഫ് ചെയ്യാം. ഓക്കെ, 1 by 1 ആയിട്ട് ഓഫ് ചെയ്യുക. നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ ഡ്രില്ലിങ് റിട്ടേൺ മേളിലേക്ക് അപ്പ് ചെയ്യുക. അപ്പ് ചെയ്ത ആ ഒരു ടോട്ടൽ പൊസിഷനിൽ എത്തുന്നതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ പിന്നെ വേണ്ടത് നമുക്ക് അടുത്ത ഒരു വർക്ക് എന്ന് പറയുന്നത് സ്പ്ലിറ്റിന് വേണ്ടി റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അതും സെയിം അതേ ജോയിസ്റ്റിക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യുക. ആ പൊസിഷനിലെത്തി കറക്റ്റ് പൊസിഷൻ നോക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത് ചെന്ന് തന്നെ നോക്കണം. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങുള്ളൂ, ഡാമേജ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് വെച്ചതിന് ശേഷം സ്പ്ലിറ്റർ ഡൗൺ ചെയ്ത് കംപ്ലീറ്റ് ആ സ്പ്ലിറ്റർ കംപ്ലീറ്റ് താഴെ എത്തിയതിന് ശേഷം സ്പ്ലിറ്റ് എന്ന് പറയുന്ന സ്വിച്ച് കൊടുക്കുക. താഴേക്ക് ഇറങ്ങി വരാം. ഉള്ളിലുള്ള ടൂൾ 2 ഔട്ടർ വരുന്ന അകത്തുന്ന സമയത്ത് റോക്ക് ഫ്രീ ഉള്ള ഭാഗം ഒരു എന്തായാലും ഒരു വശം ഫ്രീ ആയിരിക്കും, ഒരു വശം ഹാർഡ് ആയിരിക്കും. സ്പ്ലിറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ സ്പ്ലിറ്ററിന് ടൂളിന് പിന്നെ റിവേഴ്സ് പൊസിഷനിൽ എത്തിച്ചതിന് ശേഷം മാത്രമാണ് സ്പ്ലിറ്ററിന് ആ യൂണിറ്റിന് മൊത്തത്തിൽ ഹൈറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഏതായാലും ഇത് പാറ നല്ല രീതിക്ക് സ്പ്ലിറ്റായി ഇതുണ്ട്. ഇത് ഇത്രയും വലിയൊരു കഷ്ണമാണ് ഇപ്പോൾ സ്പ്ലിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനിയും നമ്മുടെ എക്സ്കവേറ്റർ ഏർപ്പെടും. എക്സ്കവേറ്റർ കൊണ്ട് ആ പാറ ജസ്റ്റ് ഒന്ന് വലിക്കാം.
അങ്ങനെ നമ്മൾ അറ്റാച്ച്മെന്റ് ഡീറ്റെയിൽ അറിഞ്ഞു, അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ കുറേ നമുക്ക് അറിഞ്ഞു, അതിന്റെ വർക്കിംഗ് അറിഞ്ഞു. സംഭവം ഏതായാലും ഉഗ്രനായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. താങ്ക് യു സോ മച്ച്. ശരിക്കും ഇതൊരു ഫുൾ റെസിഡൻഷ്യൽ ഏരിയ അല്ലേ? അതെ 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 അതെ. ഇപ്പോൾ നമ്മളെ മെഷീൻ നിലവിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നത് സർജാപുര റോഡിനടുത്തുള്ള കണ്ണള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ലാൻഡ് ഡെവലപ്പിംഗ് സൈറ്റാണിത്. ഇത്രയും നമുക്ക് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മൾ ഇത്രയും ഇതിന്റെ നടുക്കാണ്, ഒരു പ്രശ്നം പോലും ഇല്ല, നമ്മൾ പാറ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ് യെസ്. നോർമലി ജനറൽ ആയിട്ട് ബോർ ചെയ്യുന്ന ഒരു സൗണ്ട് മാത്രമാണ് ഇതിലത്തെ പ്രശ്നം. നമ്മളെ മെഷീൻ എന്ന് പറയുന്നത് വളരെ സേഫ്റ്റി ആണ്, അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. എല്ലാ സാഹചര്യത്തിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എക്സ്കവേറ്റർ പോകുന്ന എല്ലാ മേഖലയിലും നമുക്ക് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ നിലവില് ഇത് എത്രയൊക്കെ ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് ഉള്ളത്? ഇപ്പം ഇന്ത്യയിൽ നിലവിലുള്ളത് 5 മോഡൽസ് ആണ്. MK120, 140, 160, 220 ആൻഡ് 260. 220 ആൻഡ് 260 എന്ന് പറയുന്നത് വളരെ ഹെവിയർ മോഡലാണ് നമ്മൾ. അതെ, നമുക്ക് അതിന് പുറമെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടും ചെയ്യാൻ പറ്റും അതിന് മുകളിലുള്ള മോഡൽസ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ള മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് SK380 എന്ന് പറയുന്ന കൊബേൽക്കോന്റെ ഒരു മെഷീനിലാണ് അറ്റാച്ച് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. എത്ര ടണ്ണിന്റെ മെഷീൻ തൊട്ടാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കൂടുതൽ? നമ്മൾ ബേസ് മോഡൽ വരുന്നത് എന്ന് വെച്ചാൽ MK120 എന്ന് പറയുന്ന മോഡലാണ്. ആ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ 24 ടൺ ക്ലാസ്സസ് വരും. ഈ എക്സ്കവേറ്റർ സെക്ഷനിൽ ടണ്ണേജിലാണ് ക്ലാസ്സസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 24 ക്ലാസ് ടൺ മെഷീനിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി ഇഷ്യൂ, അതുപോലെ തന്നെ അതിന് ഓപ്പറേറ്റിംഗ് പ്രഷറും ആണല്ലോ, ഹൈഡ്രോളിക് പ്രഷർ. അപ്പോൾ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ നമുക്ക് 24 ക്ലാസ് ടണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് പുറമെ നമുക്ക് മുകളിലോട്ടുള്ള എല്ലാ മെഷീൻസിലും അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം. മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഏതായാലും കുറേ കാര്യങ്ങൾ നമുക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു അറ്റാച്ച്മെന്റിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് നമ്മുടെ ശ്രീരാഗ് ഭവന് എല്ലാ കാര്യങ്ങളും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഞാൻ നമ്പറും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ച് സൈറ്റിൽ ചെന്ന ഫുൾ കാര്യങ്ങൾ അവരത് റെഡിയാക്കി പറഞ്ഞ് വ്യക്തമാക്കി തരും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പം ബ്രോ, താങ്ക് യു സോ മച്ച്. ഫുൾ വീഡിയോയ്ക്ക് അകത്തുനിന്ന് രണ്ടൊരു സപ്പോർട്ടായിരുന്നു, നമ്മുടെ ജിൻഡോ ബ്രോ, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഗ്ന ഗ്രൂപ്പിനെ വിളിക്കാവുന്നതാണ്. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം നല്ല വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ സ്വന്തം വിഷ്ണു കൊടൂർ, സൈനിങ് ഔട്ട് ഫ്രം ബാംഗ്ലൂർ.